നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വടകര ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഏറെ വിവാദമായതാണ് ഈ കാഫിർ പ്രയോഗം. അവിടെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വടകരയിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ കാഫിറാണ് എന്ന അർത്ഥം വരുന്ന ചില വാട്സപ്പ് പോസ്റ്റുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ CPMൻ്റെ സൈബർ ഇടങ്ങളിൽ അത് വലിയ വിവാദമായി. അത് കൊടുമ്പിരി കൊണ്ടു, ആകെ എടങ്കേറിലായി. കാരണം ഷാഫിയെപ്പോലെ മതേതര മുഖമുള്ള, ഷാഫിയെപ്പോലെ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയുള്ള, ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷ്ഠിക്കുന്ന ഷാഫിക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ശരിയാണോ എന്നറിയാതെ ഒരു നിമിഷം കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ പകച്ചിരുന്നു. പക്ഷേ സത്യം പുറത്തു വരികയാണ്. ഷാഫിയല്ല അതിൻ്റെ പിന്നിലെന്നും, മറിച്ച് CPM അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്നാണ് അമ്പാടിമുക്ക് സഖാക്കൾ പോലെ, പോരാളി ഷാജി പോലുള്ള CPMൻ്റെ സൈബർ ഇടങ്ങൾ, പ്രത്യേകിച്ചും പോരാളി ഷാജിയാണ് അത് ആദ്യം പോസ്റ്റ് ചെയ്തതെന്നും അതിൻ്റെ അഡ്മിനെയും പിടിക്കുവാനുള്ള നടപടികൾ പോലീസ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ സംഗതി നടന്ന് ലോക്സഭാ ഇലക്ഷൻ ടൈമിൽ തന്നെ കണ്ണൂരിലെ CPM സ്ഥാനാർത്ഥിയും CPMൻ്റെ കണ്ണൂർ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ചില സൈബർ ഇടങ്ങളിൽ പാർട്ടി അപമാനിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതൊന്നും യഥാർത്ഥ പാർട്ടിക്കാരല്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് പ്രത്യേകമായിട്ടും പോരാളി ഷാജിക്കും ഇതുപോലുള്ള സൈബർ സഖാക്കന്മാർക്കും എതിരായിട്ടായിരുന്നു ഞാനൊന്ന് ചോദിച്ചിട്ടുള്ളേ. അപ്പോളേ സംഗതി വ്യക്തമായിരുന്നു ഇതിനു പിന്നിൽ CPM ആണെന്ന്. കാരണം നമ്മളിപ്പോൾ വന്ന ഈ അന്വേഷണവും പോരാളി ഷാജിയെ കണ്ടുപിടിച്ചതും കൂടി നമ്മളൊന്ന് കൂട്ടി യോജിക്കുമ്പോൾ അപ്പോളേ സംഗതി സ്പഷ്ടമായിരുന്നു, ഇതിന് പിന്നിൽ CPM ആണ്. കാരണം പോരാളി ഷാജിയും അമ്പാടി ഈ സഖാക്കളെയും ഒക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് അന്നേ ജയരാജൻ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം പോരാളി ഷാജി അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകൾ CPMന് ബാധ്യതയാണ് എന്ന രീതിയിൽ സംസാരിച്ചത് ഇതിനു പിന്നിൽ ഈ സൈബർ സഖാക്കളാണ് എന്ന വ്യക്തമായ ധാരണ നമുക്ക് തരുന്നതായിരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഇതിന് പിന്നിൽ CPM നേതാക്കന്മാരുടെ കൈ ഉണ്ടോ എന്നാണ്. നമുക്കങ്ങനെ തന്നെ സംശയിക്കാം, CPM നേതാക്കന്മാരുടെ കൈ ഉണ്ടാകും. പക്ഷേ CPMൻ്റെ അനുയായികളും പ്രവർത്തകരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ശരിയാണോ എന്നാണ്. കാരണം വർഷങ്ങൾക്കപ്പുറത്ത് TP ചന്ദ്രശേഖരനെ കൊല ചെയ്യുമ്പോൾ അതിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് പോയത്. ദൈവം കേരളത്തെ കാത്തു എന്നാണ് പറയേണ്ടത്. കാരണം അത് കേരളം ഒരു വലിയ കലാപത്തിലേക്ക് വഴുതി മാറുമായിരുന്ന ഒരു സന്ദർഭം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് വഴുതി മാറി. അന്ന് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയപ്പോൾ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹം ഒരു കലാപത്തിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിലേക്ക് എത്തിച്ചു CPM. പക്ഷേ കേരളത്തെ ദൈവം കാത്തു എന്ന് തന്നെ പറയാം. പിന്നെ വേറൊന്ന്, നമ്മുടെ ഗണപതി വിവാദവുമായി ബന്ധപ്പെട്ടാണ്. ഗണപതിയെ മിത്ത് എന്ന പേരിൽ ശംസീർ വിശേഷിപ്പിച്ചു. പക്ഷേ അതിനെ തുടർന്ന് ചില ഹിന്ദു ഐക്യവേദി പ്രവർത്തകരൊക്കെ ഇസ്ലാമിനെയൊക്കെ വിമർശിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു CPM നേതാവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹിന്ദു ഐക്യവേദി പ്രവർത്തകരൊക്കെ ഇങ്ങനെ ഖുറാനെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗണപതി വിമർശിക്കുന്നത് പോലെയാണോ ഖുറാനെ വിമർശിക്കുന്നത്, കുറച്ചുകൂടി പെർഫെക്റ്റ് അല്ലേ എന്ന രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ മതങ്ങളെ ആവശ്യത്തിന് മതവർഗീയത ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മിക്കപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതൊരു മതേതര കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനത്തിന് എത്രത്തോളം അഭികാമ്യമാണ് എന്ന ചോദ്യം പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. മിക്കപ്പോഴും CPM ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ മതം തിരികെ കയറ്റുന്ന ഒരു ഏർപ്പാടുണ്ട് മറ്റേതൊരു പാർട്ടിയെക്കാളും. അപ്പോൾ നമ്മളിപ്പോൾ കാഫിർ പ്രയോഗമെന്ന് വെച്ചാൽ അവിടെ ഒരു ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ച് ഷാഫി എന്ന മുസ്ലിം നാമമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അതിന് പിന്നിൽ ആരൊക്കെയെന്ന് തെളിയുന്നു. പിന്നെ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വന്നത്, ഈ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്നത്, പിന്നെ ഈ നമ്മുടെ ഗണപതിയെ പറ്റിയുള്ള പരാമർശം. അപ്പോൾ ഇത്തരം മതവിദ്വേഷങ്ങൾ ഉടവാക്കുന്ന പ്രയോഗങ്ങൾ നടത്തി മിക്കപ്പോഴും മതങ്ങളിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി അധികാരം നേടുന്നതിൽ അല്ലെങ്കിൽ വോട്ട് നേടുന്നതിൽ RSSനേക്കാളുമൊക്കെ ചില സമയങ്ങളിൽ ഒരുപടി മുന്നോട്ടാണ്, ഒരുപടി കൂടി മുന്നോട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്ന് പറയാൻ പറ്റും. മറ്റൊന്ന്,
നമ്മുടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മിക്കപ്പോഴും തലയിൽ തുണിയിട്ട മുസ്ലിം സ്ത്രീകളെയൊക്കെ ശബരിമല വിഷയത്തിനോടനുബന്ധിച്ച് മനുഷ്യചങ്ങല നടത്തിയപ്പോൾ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റണമെന്നൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യചങ്ങല നടത്തിയപ്പോൾ തലയിൽ തുണിയിട്ട അല്ലെങ്കിൽ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ നിരത്തുവാൻ CPM ഒരു പരിധിവരെ ശ്രമിച്ചിരുന്നു. അത് ഒരു പരിധിവരെ മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കാരണം സ്വാഭാവികമാണ്, അവരുടെ വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റം ആയിട്ടാണെന്ന് ഹിന്ദു സമുദായം അതിനെ കണ്ടത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ. അപ്പോൾ തങ്ങളോടൊപ്പമുള്ള അടുത്ത് സ്വീകരിക്കുന്ന തങ്ങളുടെ വീട്ടിനടുത്തുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ തലയിൽ തുണിയിട്ട് അമ്പലത്തിൽ സ്ത്രീകൾ കയറണമെന്ന ആവശ്യമുന്നേർത്ത് വൻമതിൽ തീർക്കുമ്പോൾ CPM വൻമതിൽ തീർക്കുമ്പോൾ അതിൽ പോയി കൈകോർത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മുസ്ലിം സ്ത്രീകളുടെ വിരോധം ഉണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു വിവരവുമില്ലായിരുന്നു. മിക്കപ്പോഴും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നു അറിയത്തില്ലായിരുന്നു. അവർ നാട്ടിലെ സഖാക്കന്മാർ വിളിച്ചു പോയി എന്നേ ഉള്ളൂ. ഈ അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റാനാണോ അങ്ങനെ എന്തിനാണോ എന്നൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സാഹചര്യങ്ങളെ ഈ മതം അതെന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അതുപയോഗിച്ച് അധികാരം നേടാനുള്ള ശ്രമങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.